Hello students, welcome back. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന നമ്മുടെ ചാപ്റ്ററിൽ മെൻ്റൽ മാത്ത് ആൻഡ് ആൾജിബ്ര എന്ന ടോപ്പിക്കിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. Of two numbers, the larger one is 5 times the smaller one and subtracting the smaller from the larger gives 32. What are the numbers? 2 നമ്പേഴ്സ് ഉണ്ട്. വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. പിന്നെ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തതിനാൽ നമുക്ക് 32 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ? ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെൻ്റൽ മാത്ത് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, ആൾജിബ്ര വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. മെൻ്റൽ മാത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 നമ്പേഴ്സ് ഉണ്ട്, ഒന്ന് വലുതുമാണ് ഒന്ന് ചെറുതുമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ലാർജ് നമ്പർ എന്ന് പറയുന്നത് 5 ടൈംസ് ദ സ്മോളർ നമ്പർ ആണ്. അതായത് 5 ഇൻറ്റു സ്മോൾ നമ്പർ ആണ് ലാർജ് നമ്പർ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ ഈക്വൽ ടു 32 ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വലിയ നമ്പർ എന്ന് പറയുന്നത് സ്മോൾ നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് വലിയ നമ്പറിൽ നിന്നും ലാർജ് നമ്പറിൽ നിന്ന് 5 ടൈംസ് സ്മോൾ നമ്പർ, 5 ഇൻറ്റു 5 ടൈംസ് സ്മോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്തതിനാൽ നമുക്ക് 0 ആണ് കിട്ടുക. അതായത് അവിടെ ഫുൾ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് പോയി. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്മോൾ നമ്പർ 2 ആയിട്ട് എടുക്കുന്നു. സ്മോൾ നമ്പർ ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് വെച്ചിട്ട് ലാർജ് നമ്പർ എന്തായിരിക്കും? 2 ഇൻറ്റു 5 ആണ് ലാർജ് നമ്പർ വരിക. അതായത് ഇവിടെ എന്താ 2 ഇൻറ്റു 5 10 ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ 10 എന്ന് 5 പ്രാവശ്യം 2 2 ഇൻറ്റു 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 10 മൈനസ് 2 ഇൻറ്റു 5 എന്താ? 10 മൈനസ് 10 ആണ്, അതായത് 0 ആണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 10 മൈനസ് 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 മൈനസ് 8, അതായത് 2. ഓക്കെ, അപ്പോൾ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ നമ്പറിൽ നിന്നും 5 ടൈംസ് ചെറിയ നമ്പർ മൈനസ് ചെയ്തതിനാൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ ആ ചെറിയ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 ടൈംസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമ്മളോടിപ്പോൾ പറയുന്ന കണ്ടീഷനിൽ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് വലിയ നമ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ആ ചെറിയ നമ്പർ കിട്ടുക? 5 ടൈംസ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിത് പറഞ്ഞു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്നും 4 ടൈംസ് സ്മോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ നമ്പർ കിട്ടും. ഇതാണ് ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഈ സ്മോൾ നമ്പർ ഇപ്പുറം കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതായത് ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ എന്തായിരിക്കും ഇവിടെ? 4 ടൈംസ് ദ സ്മോൾ നമ്പർ ആണല്ലോ. ഇനി ഈ ഒരു പിന്നെ ഇവിടെ നോക്കാം. അതായത് ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 32 ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നു ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 4 ടൈംസ് ദ സ്മോൾ നമ്പർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ്? 4 ടൈംസ് ദ സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. അതായത് 4 ഇൻറ്റു സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മോൾ നമ്പർ എന്തായിരിക്കും? 32 ഡിവൈഡഡ് ബൈ 4, അതായത് 8. അപ്പോൾ സ്മോൾ നമ്പർ 8 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലാർജ് നമ്പർ എന്താ?
ലാർജ് നമ്പർ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എത്രയാണ് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് ലാർജ് നമ്പർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ 8 ഇൻറ്റു 5 40 ആണ് ലാർജ് നമ്പർ. നമ്മളോട് പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കണ്ടേ. വലിയ നമ്പറായ 40 മൈനസ് ചെറിയ നമ്പറായ 8 ചെയ്ത് തരാൻ നമുക്ക് എന്ത് കിട്ടും? 40 മൈനസ് 8 എന്താ? 32 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ സ്മോൾ നമ്പർ 8ഉം ലാർജ് നമ്പർ 40 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെൻ്റൽ മാത്ത് വെച്ചിട്ട് ചെയ്തു. നമുക്ക് ഇതേപോലെ ഓൾജിബ്ര വെച്ചിട്ടും ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേരിയബിൾസ് കൊടുക്കണം. ഇവിടെ ഞാൻ സ്മോൾ നമ്പറിനെ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സ്മോൾ നമ്പർ എക്സ് ആയിട്ട് എടുക്കുന്നു. ലാർജ് നമ്പറിനെ അപ്പോൾ എന്തായിരിക്കും ലാർജ് നമ്പർ? നമ്മുടെ കണ്ടീഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ 5 ഇൻറ്റു എക്സ് ആണ് ലാർജ് നമ്പർ. അതായത് 5x ആയിരിക്കും ലാർജ് നമ്പർ. നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ ഈക്വൽ ടു 32 ആണ്. അതായത് ലാർജ് നമ്പർ എന്താ ഇവിടെ? 5x മൈനസ് എക്സ്, സ്മോൾ നമ്പർ എന്താണ്? എക്സ് ഈക്വൽ ടു 32. അതായത് 4x ഈക്വൽ ടു 32 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ? 32 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 8. അപ്പം എക്സ് എന്ന് പറയുന്നത് 8 കിട്ടി. എക്സ് 8 ആണെങ്കിൽ എക്സ് എന്താ ഇവിടെ? സ്മോൾ നമ്പർ ആണ്. അപ്പോൾ സ്മോൾ നമ്പർ ഈക്വൽ ടു 8 കിട്ടി. അപ്പോൾ ലാർജ് നമ്പർ എന്തായിരിക്കും? 5 ഇൻറ്റു 8 അല്ലേ? അപ്പോൾ സ്മോൾ നമ്പർ ഈക്വൽ ടു 8. അപ്പോൾ ലാർജ് നമ്പർ ഈക്വൽ ടു 5 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ സ്മോൾ നമ്പർ കിട്ടി, ലാർജ് നമ്പർ കിട്ടി. ഓൾജിബ്ര വെച്ചിട്ടായിരുന്നു നമുക്ക് നേരത്തേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഇത്രയാണ് ഓൾജിബ്ര വെച്ചിട്ട് ഇത് ചെയ്യാനുള്ളൂ. നമ്മൾ 2 മെത്തേഡിലും ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. A fraction simplified after adding 1 to its numerator becomes 1/2. If instead 1 is added to the denominator and then simplified, it becomes 1/3. What is the fraction? അതായത് ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷനിൽ നമ്മൾ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടും. ഇനി ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തതിന് പകരം ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ ഏത്? നമുക്ക് നേരത്തെ പോലെ ഹെഡിൽ ചെയ്യാൻ പറ്റുമോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്കിത് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് വേരിയബിൾ നെയിം കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 1/2 കിട്ടും. ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 1/3 കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ന്യൂമറേറ്ററിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ന്യൂമറേറ്റർ ഈക്വൽ ടു എക്സ്. അതുപോലെ ലെറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 1. അപ്പോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? എക്സ് ബൈ വൈ ആയിരിക്കും. ഇനി നമ്മുടെ കണ്ടീഷൻസ് കൊടുക്കുക. അതായത് ന്യൂമറേറ്ററായ എക്സ് അതിനോട് 1 ആഡ് ചെയ്തു. എന്നിട്ട് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ. ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്? 1/2 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1/y ഈക്വൽ ടു ഈ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു y ഇൻറ്റു 1 y. ഓക്കെ, അടുത്ത ഇത് ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. അതായത് ന്യൂമറേറ്ററായ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ
ഡിനോമിനേറ്ററിൽ y അതിനോട് 1 ആഡ് ചെയ്യുന്നു. ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കിട്ടിയെടുത്തത് നമുക്ക് നേരത്തെ എഴുതിയ പോലെ എന്ത് എഴുതാം? 3 × x ആകുമ്പോൾ 3x ഈക്വൽ ടു y + 1 എഴുതാം. ഇതെങ്ങനെ എഴുതുന്ന നോക്കിയല്ലേ? കാരണം ഇവിടെ x/y + 1 ഈക്വൽ ടു 1/3 എന്നാണ്. അപ്പോൾ ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 3 × x ആവും. ഈ y + 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 1 × y + 1 ആവും. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു സംഭവം കൊടുക്കുന്നു. കാരണം നമ്മളിവിടെ പറഞ്ഞു y = 2 × x + 1 ആണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഈ വൈയിൽ അത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3x = വൈൻ്റെ അടുത്ത് 2 × x + 1 + 1. അതായത് 3x = 2x + 2 + 1 ഈക്വൽ ടു 2x + 3. അപ്പം 3x = 2x + 3 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? 3x ഈ 2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2x, 3x - 2x = 3 എന്ന് കിട്ടി. അതായത് x = 3. x = 3 കിട്ടിയാൽ പിന്നെ y കാണാൻ ഈസി ആണല്ലോ. y എന്താ? 2 × x + 1 = y ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 × x-ൻ്റെ അടുത്ത് 3 + 1 അതാണ് y. അതായത് 2 × 3 എന്താ? 6 + 2 × 1 എന്താ? 2. അപ്പോൾ 6 + 2 = y. അതായത് y = 8. അപ്പം x = x = 3 y = 8 കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്താ? x/y ആയിരുന്നു. അതായത് 3/8 ആണ് ആൻസർ വരുന്നത്. x 3 y 8 ഫ്രാക്ഷൻ 3/8. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.